ഇനിയുള്ളത് അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുത്തേക്കും. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലായിരിക്കും നടപടി ഉണ്ടാവുക. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പല പരാതികൾ ആണ് ഉള്ളത്. അതിൽ ഒരു പരാതി, ചില പരാതികളൊന്നും നിലനിൽക്കില്ല എന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോഴിതാ ഒരു കേസെടുത്തേക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, കടവന്ത്ര പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കാനാകില്ല. അതായത് അൻസിബയുടെ ആരോപണം തെളിയിക്കാനായിട്ടില്ല, പരാതിക്കാരിക്ക് തെളിയിക്കാനായിട്ടില്ല. അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പലരുടെയും മൊഴിയെടുത്തെങ്കിലും അത് അൻസിബ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു പോലീസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നത്. അങ്ങനെയായിരുന്നു. അതിനെതിരെയാണ് അൻസിബ ഹസൻ കോടതിയെ സമീപിച്ചത്. കടവന്ത്ര SHOയ്ക്കും ടിനി ടോമിനുമെതിരെയാണ് കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ പരാതികളിൽ ഉന്നയിച്ചിരിക്കുന്ന അപകീർത്തികരവും വർഗീയ സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ സംബന്ധിച്ച് നിയമാനുസൃതമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കോടതി ഇന്നലെ ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കോടതി ഉത്തരവിന്റെ കോപ്പി പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കോപ്പി ലഭിക്കുന്ന കുറച്ച് കേസ് നടപടികളുമായി മുന്നോട്ട് പോകുക. എന്തായാലും ടിനി ടോമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തന്നെയാണ്, കേസ് എടുക്കണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവ്. പ്രത്യേകിച്ചും വർഗീയ പരാമർശങ്ങൾ അതിൽ കാണുന്നു. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ടിനി ടോം നടത്തിയിട്ടുണ്ടെന്നുള്ള പരാതിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ പോലും അതിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. സംഘടനയെ തന്നെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായിരുന്നു ഇതെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായാലും എന്തായാലും ഈ അൻസിബ ഹസന്റെ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ടിനി ടോം ഉന്നയിച്ച ആരോപണങ്ങൾ അൻസിബയുടെ DNA പ്രശ്നമുണ്ട്, അൻസിബ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഡബിൾ ഡാഡി സിൻഡ്രോം ആണ് അൻസിബയ്ക്ക് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അൻസിബ ഹസനെതിരെ ടിനി ടോം ഉന്നയിച്ചതെന്നുള്ള പരാതി. എങ്ങനെയാണ് അത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടായില്ല. അതേസമയം തന്നെ പ്രവർത്തകർ തന്നെ കമലം, ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ ഇത്തരം മതേതരത്വത്തിന് വിഘ്നം സംഭവിക്കുന്ന പരാമർശങ്ങൾ സിനിമയിലുണ്ടായത് തന്നെ ലജ്ജാകരമാണ് എന്നുള്ള തരത്തിൽ അൻസിബയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്ന സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് കേസെടുക്കാത്തത് എന്നായിരുന്നു കോടതി ചോദിച്ചത്. എന്തായാലും അടിയന്തരമായി ഇത് കേസെടുക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. കോടതിയിൽ നിന്നുമുള്ള ഉത്തരവിന്റെ കോപ്പി ലഭിച്ച ശേഷം അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുത്തേക്കുമെന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു പരാതിയിൽ ആണ്, മറ്റു ചില പരാതികളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഒരു പരാതിയിൽ കേസെടുത്തേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.